ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിമ്പിൾ ആൻഡ് എമ്മി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡോൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഡോൾ കേക്ക് വീട്ടിൽ തന്നെ ഡോൾ കേക്കിൻ്റെ മോൾഡ് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ വീട്ടിൽ ഡിസൈൻ ചെയ്യാമെന്നും ഉണ്ടാക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി ഡോൾ കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാം. ആ കേക്കിന് ആവശ്യമായ സാധനങ്ങൾ: 1 ഗ്ലാസ് മൈദപ്പൊടി, 3/4 ഗ്ലാസ് ഷുഗർ പൊടിച്ചത്, പിന്നെ വേണ്ടത് 3 മുട്ട, വാനില എസൻസ്. ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളൂ. പിന്നെ ഈ മൈദപ്പൊടി എടുത്തപ്പോൾ തരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായി തരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി. ഇനി 3 മുട്ട പൊട്ടിച്ചിട്ട് ഒരു ബൗളൊക്കെ ഒഴിച്ചെടുക്കുക. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തിട്ട് ഈ മുട്ട ഒരു ക്രീമി പരുവാവോളം ബീറ്റ് ചെയ്യണം. ഇപ്പോൾ കുറച്ചൊക്കെ ക്രീമിയായി വന്നിട്ടുണ്ട് മുട്ട പതപ്പിച്ചിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൗഡേർഡ് ഷുഗറാണ്. ഇത് നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എടുത്തിട്ടുള്ളത് 3/4 ഗ്ലാസ് ഷുഗറാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മുട്ടൻ്റെ മിക്സ് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാനുള്ള ഡോൾ കേക്കിൻ്റെ പോലത്തെ ഒരു മോൾഡ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിട്ടുള്ള തൂക്കുപാത്രമാണ്. തൂക്കുപാത്രത്തിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് എണ്ണ തടവി കൊടുത്തിട്ട് അത് കുക്കർക്ക് ഇറക്കി വെച്ചെടുക്കുക. ഈ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 ഗ്ലാസ് മൈദപ്പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ഇളക്കി കൊടുക്കണം. ഒരിക്കലും കുഴച്ച് ഇളക്കരുത്, ചുറ്റിച്ച് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. കൈ വെച്ചിട്ട് വേണമെങ്കിലും ഇളക്കാം. നന്നായിട്ട് മൈദപ്പൊടി ഇതിൽ മിക്സ് ആവണം. ഇപ്പോൾ മൈദപ്പൊടി മുട്ടൻ്റെ മിക്സിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് കുറേ സമയം ഇരുന്ന് ഇളക്കരുത്. സാവകാശം ഇളക്കിയിട്ട് പെട്ടെന്ന് കുക്കർക്ക് ഒഴിച്ചു കൊടുക്കണം. കുക്കറിൻ്റെ താഴെ ഒരു തിരികെ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് തീ കത്തിച്ചിട്ടുള്ളത്. കുക്കറിൻ്റെ ഉള്ളിൽ ഒരു തൂക്കുപാത്രത്തേക്കാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിലാണ് തീ വേണ്ടത്, ഒരിക്കലും ഹൈ ഫ്ലെയിമൊക്കെ തീ ഇടരുത്. പിന്നെ ബാറ്റർ ഫുള്ള് ഒഴിച്ചു കൊടുക്കുക. കേക്കിൻ്റെ ബാറ്റർ ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെക്കുക. അടച്ചു വെക്കുന്നതിന് മുന്നേ മൂടിൻ്റെ വെയിറ്റ് ഊരാൻ മറക്കരുത്.
കുക്കർ വെച്ചിട്ടുള്ളത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ്. ഒരു തെരുകിൻ്റെ മുകളിലാണ് കുക്കർ വെച്ചിട്ടുള്ളത്. പിന്നെ 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ഇതിൻ്റെ ടൈം. ഇനി കേക്ക് ആയിട്ടുണ്ടോ നോക്കാം. തുറന്ന് നോക്കുകയാണ്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക്. നേരത്തെ ബാറ്റർ ഒഴിച്ചപ്പോൾ പാത്രത്തിൻ്റെ പകുതി ഉണ്ടേനുള്ളൂ. അപ്പോൾ നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇത് ചൂടാറിന് ശേഷം ഇതിന്ന് മാറ്റിയെടുക്കുക. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ പാത്രത്തേക്ക് മാറ്റുകയാണ്. താഴെഭാഗം ചെറുതായിട്ട് ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി സ്പോഞ്ച് ആയി വന്നിട്ടുണ്ട് കേക്ക്. ഇനി കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുക തണുക്കാൻ. ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ക്രീം ശരിയാക്കിയെടുക്കാം. ആ ബൗളും പിന്നെ ബീറ്ററിൻ്റെ ക്ലിപ്പും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഈ ബൗളിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിന് കുറച്ച് ഷുഗർ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ ക്രീമിൽ തന്നെ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട് ക്രീം. ഇതൊന്നും കൂടി കുറച്ച് സമയം കൂടി ബീറ്റ് ചെയ്യാം. നന്നായിട്ട് സ്റ്റിഫായി കിട്ടാനാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും ബീറ്റ് ചെയ്യണത്. കുറച്ചുകൂടി കൂടി ബീറ്റ് ചെയ്തിട്ട് ഇതിന് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കണം. ഇനി പാത്രം കമിഴ്ത്തി നോക്കുക. കമിഴ്ത്തി നോക്കിയാലും അതിൽ നിന്ന് ക്രീം താഴെ ചാടാത്ത വിധത്തിൽ വേണം സ്റ്റിഫായിട്ട് നിൽക്കാൻ. ഇനി കുറച്ച് ക്രീം വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അത് ഡോളിൻ്റെ ഫ്രോക്കിന് ഡിസൈൻ ചെയ്യാൻ കളർ ചേഞ്ച് ചെയ്യാനാണ്. കുറച്ച് റെഡ് കളറോ നമ്മുടെ ഡോളിൻ്റെ കളറിനനുസരിച്ച് മാറ്റി കൊടുക്കുക. ഞാനെടുത്ത ഡോളിൻ്റെ ഡെക്കറേഷൻ കളർ ഒരു റോസ് കളറാണ്. അപ്പോൾ റോസ് കളറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റോസ് കളർ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് പാത്രത്തിൽ നിന്ന് ക്രീം ചാടാത്ത വിധമായിട്ടുണ്ട്. ഇപ്പോൾ ഡോൾ കേക്കിൻ്റെ ബേസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഡോളിൻ്റെ ചില ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 3 ലെയറാക്കി ഡിവൈഡ് ചെയ്തു.
ഇനി ക്രീം ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം. അതിന് ഏറ്റവും താഴെ കേക്ക് ബോർഡിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ക്രീം തേച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ബേസിൻ്റെ ഏറ്റവും താഴത്തെ ലെയർ വെച്ചെടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ കുറച്ച് മുന്നേ. ഷുഗർ സിറപ്പ് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തണുപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് അത് ഒഴിച്ചുകൊണ്ട് നന്നാക്കി വെറ്റ് ചെയ്തെടുക്കണം ഈ കേക്കിനെ. ഇനി ഇതിൻ്റെ മുകളിൽ കേക്കിന് മുകളിൽ കുറച്ച് ക്രീമും തേച്ച് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയർ വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നാക്കി വെറ്റ് ചെയ്തെടുക്കണം സിറപ്പ് ഒഴിച്ചിട്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ ഒരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ക്രീം തേച്ചെടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ലെയർ വെച്ചെടുക്കുക. അതിൻ്റെ മുകളിലും സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി കേക്കിന് മുകളിലൊക്കെ ക്രീം തേച്ചിട്ട് എല്ലായിടത്തും ക്ലിയർ ആക്കി എടുക്കണം. ഇപ്പോൾ കേക്കിൻ്റെ മുകളിലൊക്കെ ക്രീം തേച്ചിട്ട് ബൗളിൻ്റെ ഫിഗർ വെച്ചെടുത്തിട്ടുണ്ട് മുകളിൽ. ഇനി നമുക്ക് ക്രീമിച്ച് ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ റോസ് കളർ ആയിട്ടുള്ള ക്രീമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്യണത്. ഫ്ലവറിൻ്റെ നോസിലെടുത്തിട്ട് ജസ്റ്റ് ഫ്ലവർ ചെയ്തെടുക്കുക.